സ്പൈനൽ മസ്കുലർ അട്രോഫി SMA. നമ്മുടെ ഇന്നത്തെ കുട്ടികളുടെ ഇടയിൽ ഇങ്ങനെ ഒരു രോഗം കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഈ രോഗം ജനറ്റിക്കൽ ആണെങ്കിൽ പോലും ഇത് വരുന്ന കുട്ടികളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇത് ഈ രോഗം വന്നാലുള്ള ഏറ്റവും വലിയ വിഷയം എന്ന് പറയുന്നത് ഇതിന് കൊടുക്കുന്ന മരുന്നിൻ്റെ വില എന്ന് പറയുന്നത് ലക്ഷങ്ങളാണ്. ഈ 2 കൊല്ലം മുമ്പിട്ട് നമ്മുടെ സർക്കാർ തന്നെയായിരുന്നു ഇതുകൂട്ടുള്ള ഒരുപാട് പേർക്ക് സൗജന്യമായിട്ട്, അത് 6 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യമായിട്ട് ഈ മരുന്ന് കൊടുത്തുകൊണ്ടിരുന്നത്. പിന്നീട് സർക്കാർ അത് 12 വയസ്സ് വരെ കൂട്ടി. അതിനുശേഷം 18 വയസ്സ് വരെ കൂട്ടണം എന്ന് പറഞ്ഞ് ഈ കുട്ടികളുടെ മാതാപിതാക്കളല്ല, കാരണം ഈ കുട്ടികളെ എല്ലാം കൂടെ ചേർത്തിച്ചൊരു കമ്മ്യൂണിറ്റി രൂപീകരിച്ചിട്ടുണ്ട്. ആ കമ്മ്യൂണിറ്റി ഏകദേശം 200-300 പേരുണ്ട്. ഇവരെല്ലാം കൂടെ ചേർന്ന് നവകേരള സദസ്സിൽ മുഖ്യമന്ത്രി വന്നപ്പോൾ മുഖ്യമന്ത്രിക്ക് ഒരു പരാതി കൊടുത്തിരുന്നു, ഇതൊരു 18 വയസ്സ് വരെ ആക്കണം എന്ന് പറഞ്ഞ്. മുഖ്യമന്ത്രി അന്നെല്ലാം സമ്മതമെല്ലാം മൂളി ഇവരെ ചേർത്ത് നിർത്തിയതാണ്. പക്ഷേ ബഡ്ജറ്റിൽ പോലും ഈ ഒരു തുക മാറ്റിവെക്കാൻ കഴിഞ്ഞിട്ടില്ല. എന്തുകൊണ്ടായിരിക്കാം? കാരണം ഇതിന് വേണ്ടിയിട്ടെന്നല്ല, കാരണം 2024 നമ്മുടെ പിണറായി സർക്കാർ ഒരു പദ്ധതി രൂപീകരിച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ പേര് കെയർ എന്നാണ്. ഇത്തരത്തിലുള്ള ഈ SMA പോലുള്ള അപൂർവ രോഗങ്ങൾ ബാധിച്ചിട്ടുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഫണ്ട് രേഖപ്പെടുത്താൻ അല്ലെങ്കിൽ മാറ്റിവെക്കുന്ന ഒരു പദ്ധതിയായിരുന്നു കെയർ പദ്ധതി എന്ന് പറയുന്നത്. പക്ഷെ എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രി ഈ ഒരു ബഡ്ജറ്റ് വന്നപ്പോൾ അല്ലെങ്കിൽ നമ്മുടെ ധനകാര്യ വകുപ്പ് അത് മറന്നുപോയതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്തത്. കാരണം ഈ SMA സംബന്ധിച്ച് ഒരു മാസത്തേക്കുള്ള ഒരു കുപ്പി മരുന്നിന് 6 ലക്ഷം രൂപയാണ് അതിന്റെ ചെലവ് എന്ന് പറയുന്നത്. അപ്പോൾ പ്രതി വർഷമാവുമ്പോഴത്തേക്കും 50 to 70 ലക്ഷം രൂപയാണ് ഒരു മാതാപിതാക്കൾ അല്ലെങ്കിൽ ഒരു ഫാമിലിയിൽ നിന്നും തൻ്റെ കുട്ടിയെ ചികിത്സിക്കാൻ വേണ്ടി ചിലവാക്കേണ്ടി വരുന്നത്. പക്ഷെ നമ്മുടെ കേരളത്തിൽ അത്രത്തോളം അല്ലെങ്കിൽ 50 to 70 ലക്ഷം രൂപ മാറ്റി വെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സാഹചര്യം എല്ലാ കുടുംബങ്ങളിലും ഉണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട് എങ്കിൽ അങ്ങനെയില്ല. കാരണം നമുക്ക് ഒരുപാട് ഈ അടുത്ത് തന്നെ പുതിയൊരു റിപ്പോർട്ട് പ്രകാരം പലർക്കും 100 അല്ലെങ്കിൽ നിത്യേന ചെലവിന് ശേഷം നമ്മുടെ സമ്പാദിക്കാൻ പോലും ഒന്നും ഇല്ല എന്നുള്ള ഒരു റിപ്പോർട്ട് വരെയാണ് പുറത്തേക്ക് വന്നിരിക്കുന്നത്. അപ്പൊ ഇത്രത്തോളം ആ ഒരു ഭീമമായ ഒരു തുക താങ്ങാനുള്ള ശേഷി ഇല്ലാതിരുന്ന ഒരു സമയമായിരുന്നു. ആ സമയത്താണ് 2 വർഷം മുമ്പ് നമ്മുടെ പിണറായി സർക്കാർ ഇവർക്ക് വേണ്ടി ഫ്രീ ആയിട്ട് ഈ ഒരു മരുന്ന് കൊടുക്കാൻ തയ്യാറാവുന്നത്. ആദ്യഘട്ടത്തിൽ 6 വയസ്സ് വരെയുള്ള കുട്ടികൾക്കായിരുന്നു ഫ്രീ ആയിട്ട് മരുന്ന് കൊടുക്കാനുള്ള പദ്ധതി വന്നത്. പക്ഷെ 6 വയസ്സിന് ശേഷം അല്ലെങ്കിൽ ഒരു 6 വയസ്സ് കഴിഞ്ഞിട്ടുള്ള കുട്ടികൾക്ക് അല്ലെങ്കിൽ അതൊരു 12 വയസ്സാക്കണമെന്ന്, അത് കുറച്ചുകൂടെ നീട്ടണമെന്ന് നമ്മുടെ സർക്കാരിനോട് പറഞ്ഞപ്പോൾ അവർ 12 വയസ്സ് വരെ ആക്കി. പക്ഷേ നമ്മുടെ സർക്കാരിന്റെ ഇപ്പോഴും പോലുള്ള ഒരു പ്രശ്നം പോലെ നമ്മളിത് പറഞ്ഞു കഴിഞ്ഞിട്ട് ഈ കുട്ടികൾക്ക് 12 വയസ്സാവാറായപ്പോഴാണ് ഇവരെ ഇത് നീട്ടിയത്. അപ്പൊ പല കുട്ടികൾക്കും 12 വയസ്സ് കഴിഞ്ഞു, അവർക്ക് അതിന്റെ യാതൊരു ആനുകൂല്യങ്ങളും കിട്ടിയില്ല. ഏറ്റവും കൂടുതൽ മാതാപിതാക്കൾ ഇത് വേണമെന്ന് പറയാനുള്ള കാരണം എന്ന് പറയുന്നത് ഈ മരുന്ന് ആജീവനാന്തം ഇവർ ഉപയോഗിക്കേണ്ടതാണ്. കാരണം സ്പൈനൽ കോഡിൽ നിന്നും നമുക്ക് ചലിക്കാനുള്ള ഒരു ന്യൂറോൺസ് ഉണ്ട്. അതിന് വേണ്ടിയിട്ടുള്ള പ്രോട്ടീൻ ഇല്ലാതെ വരുമ്പോഴാണ് ഈ കുട്ടികൾ ആജീവനാന്തം വീൽ ചെയറിലേക്ക് തള്ളപ്പെട്ടു പോകുന്നത്. അപ്പോൾ ഈ ഒരു മരുന്ന് ലഭിച്ചത് കൊണ്ട് തന്നെ പല കുട്ടികൾക്കും നല്ല രീതിയിൽ മുന്നോട്ടുള്ള ലൈഫിൽ കുറെ കൂടെ ബെറ്റർ ആയതായിട്ട് കണ്ടു. അപ്പൊ അതുകൊണ്ടാണ് ഇവർ വയസ്സ് കൂട്ടി അല്ലെങ്കിൽ കുറച്ച് നാളോട് നൽകണമെന്ന് പറഞ്ഞത്. ആ 12 വയസ്സ് 18 വയസ്സാക്കാൻ വേണ്ടി നമ്മുടെ നവകേരള സദസ്സിൽ ഇവരെ അല്ലെങ്കിൽ നമ്മുടെ സർക്കാരിനെ സമീപിച്ചപ്പോൾ പോലും മുഖ്യമന്ത്രി അതെല്ലാം കേട്ടിട്ട് എന്തുകൊണ്ടായിരിക്കാം അടുത്ത ബഡ്ജറ്റ് വന്നപ്പോൾ ഇവരെ മറന്നു പോകുന്നതാണ് മനസ്സിലായി. ഇത്ര പെട്ടെന്ന് അവരെയൊക്കെ ഒഴിവാക്കേണ്ടതായിട്ട് തോന്നുന്നു നമ്മുടെ സർക്കാരിന്. നമുക്കറിയാം സർക്കാരിന്റെ കയ്യിൽ ഫണ്ട് ഇല്ല എന്നതാണ് യാഥാർത്ഥ്യം. ഈ പൈസ അനുവദിക്കുന്നത് ബഡ്ജറ്റിലായിരുന്നു. ബഡ്ജറ്റിൽ പക്ഷെ മാറ്റിവെക്കാൻ കഴിഞ്ഞില്ല. കുറവായിട്ടാണോ ഇത്രത്തോളം മോഹവാഗ്ദാനമായിട്ടുള്ള ഇത്രത്തോളം വികസന പ്രവർത്തനങ്ങൾക്കാണ് കോടിക്കണക്കിന് രൂപ നമ്മുടെ സർക്കാർ മാറ്റിവെച്ചത്? അതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു മറ്റൊരു വശം എന്ന് പറയുന്നത്. സർക്കാർ കോടിക്കണക്കിന് രൂപയാണ് ഒരുപാട് പദ്ധതികൾക്കായിട്ട് മാറ്റിവെച്ചിട്ടുള്ളത്. ഈ പൈസയെല്ലാം എങ്ങനെ കണ്ടെത്തും എന്നതാണ് അടുത്ത ചോദ്യം. കാരണം സർക്കാരിനെ സംബന്ധിച്ച് സാധാരണപ്പെട്ട ആളുകൾക്ക് വേണ്ടുന്ന ആവശ്യങ്ങൾക്ക് വേണ്ട പെൻഷൻ പോലും കൊടുക്കാൻ സർക്കാരിന് കഴിയാതെ വരുന്ന അവസ്ഥയിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അതിൻ്റെ ഇടയിലൂടെയാണ് ഭീമമായ തുക വീണ്ടും വീണ്ടും സർക്കാർ കടമെടുത്തുകൊണ്ടിരിക്കുന്നത്. ഈ കടം തന്നെ തിരിച്ചടയ്ക്കാൻ സർക്കാരിന് കഴിയാത്ത അവസ്ഥയിലൂടെയാണ് നമ്മൾ പൊക്കോണ്ടിരിക്കുന്നത്. ഇപ്പോൾ തന്നെ ഏറ്റവും വലിയ വിവാദമായിട്ട് റോഡുകൾ പണിയുന്നതിന് കിഫ്ബി മോഡൽ ആളുകൾ കയ്യിൽ നിന്ന് പൈസ പിരിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. സർക്കാരിന് പണമില്ല എന്ന് പറയാൻ പറ്റില്ല. അല്ല, ആവശ്യമുള്ളവർക്ക് ശമ്പളം കൂട്ടാനും തങ്ങളുടെ താല്പര്യം അനുസരിച്ച് ആൾക്കാരെ തിരികെ കയറ്റാനും പിൻവാതിൽ നടത്താനും അല്ലെങ്കിൽ അവർക്ക് ശമ്പളം കൂട്ടി നൽകാനൊക്കെ സർക്കാരിന് ഇപ്പൊ എവിടുന്നായിരിക്കും ഈ ഒരു ഫണ്ടുകളൊക്കെ ലഭിക്കും? പക്ഷെ അപ്പുറത്തെ സൈഡില് ആശാവർക്കർമാരെ പോലുള്ള അവർക്കൊന്നും പൈസ കൊടുക്കാൻ സർക്കാരിന് ഇല്ലല്ലോ. നമ്മുടെ കയ്യിൽ പൈസ ഇല്ല എന്നൊരു വശത്ത് ഒരു വിഭാഗത്തോളം ആൾക്കാരെ തള്ളിക്കളയുമ്പോൾ മറ്റൊരു വശത്ത് നമ്മുടെ സർക്കാർ ഇത്രത്തോളം ലക്ഷങ്ങൾ ഒറ്റയടിക്ക് 10,000 25,000 ഒന്നും അല്ല, ലക്ഷങ്ങളാണ് ഒരു വിധത്തിൽ ഓരോരുത്തർക്ക് കൂട്ടി കൊടുക്കുന്നത്. സർക്കാർ കയറിയതിനു ശേഷം ഇതുകൂട്ട് എത്ര പദ്ധതികൾ സർക്കാർ ഇല്ലാതാക്കി. പണ്ട് ഉമ്മൻചാണ്ടിയുടെ കാലത്തുണ്ടായിരുന്ന ഈ ചെവി കേൾക്കാത്ത ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള പദ്ധതികളൊക്കെ ഉണ്ടായിരുന്നു, അതെല്ലാം ഇല്ലാതാക്കിയില്ലേ? എത്ര പദ്ധതികളാണ് സാധാരണപ്പെട്ട മനുഷ്യർക്ക് വേണ്ടുന്ന ഒരുപാട് പദ്ധതികൾ സർക്കാർ പൈസ ഇല്ല എന്ന രീതിയിൽ എത്രത്തോളം പദ്ധതികൾ തള്ളിക്കളഞ്ഞു.
അങ്ങനെ ഒരു പദ്ധതിയായിട്ട് പലപ്പോഴും പല പദ്ധതികളും മാറിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ടും നമ്മുടെ സർക്കാർ നമ്മുടെ ആരോഗ്യ മേഖലയിൽ നമ്പർ 1 ആണ്. എന്തൊരു ഹോസ്പിറ്റൽ, ഒരു പുതിയ ഒരു ഹോസ്പിറ്റൽ ഉദ്ഘാടനത്തിനാണെങ്കിലും എല്ലാ കാര്യത്തിനും വന്നിട്ട് നമ്മുടെ ആരോഗ്യമന്ത്രി എല്ലാത്തിനും പറയുന്ന ഒരു കാര്യമാണ്, കേരളം എന്ത് മികച്ചതാണ്, അല്ലെങ്കിൽ കേരളത്തിൽ എത്ര മികച്ച ചികിത്സയാണ് ലഭിക്കുന്നത്, എവിടെയാണ് കിട്ടുന്നത്. ഇത്തരത്തിലുള്ള കുട്ടികൾക്ക് കൊടുക്കാനല്ലെങ്കിൽ അവരെ സംരക്ഷിക്കേണ്ട ഫണ്ടുകളൊക്കെ ഒഴിവാക്കി ഒരു ബഡ്ജറ്റിൽ വേറെ ഒരു തരം കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പൈസ മാറ്റി വെക്കുന്ന ഇവിടെയാണോ നമ്മുടെ ആരോഗ്യ മേഖല ഇത്രയും മെച്ചപ്പെട്ടായി മാറുന്നത്? ആരോഗ്യ മേഖല മെച്ചപ്പെട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ബെറ്റർ ആണ്. ബാക്കിയുള്ള സ്റ്റേറ്റിനെ അപേക്ഷിച്ച് നോക്കി കഴിഞ്ഞാൽ കേരളത്തിൽ ബെറ്റർ ആണ് എന്ന് മാത്രമേ നമുക്ക് പറയാൻ കഴിയൂ. പക്ഷേ അതുപോലെ തന്നെ ന്യൂനതകൾ നമ്മുടെ ആരോഗ്യ മേഖലയ്ക്ക് ഉള്ളത് യാഥാർത്ഥ്യമാണ്. ഇല്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഇവിടുത്തെ മന്ത്രിമാരും MLA-മാരും ഒക്കെ വിദേശ രാജ്യങ്ങളിൽ പോയിട്ട് ചികിത്സയ്ക്ക് പോകുന്നത്? ഇവിടെയാണ് ബെറ്റർ എങ്കിൽ, ഇവിടെയാണ് പെർഫെക്റ്റ് എങ്കിൽ, ഇവിടെയാണ് നമ്പർ 1 എങ്കിൽ എന്തിനാണ് ഇവരൊക്കെ അമേരിക്കയിലും അവിടെ ഇവിടേക്കും പോയിട്ട് ചികിത്സിക്കുന്നത്? കാരണം അവർക്കൊക്കെ അതിനു വേണ്ടിയിട്ടുള്ള ഫണ്ട് നമ്മുടെ സർക്കാരിന്റെ ഖജനാവിൽ നിന്ന് എടുത്തിട്ട് പോകാനുള്ള സാഹചര്യമുണ്ട്. പക്ഷെ നമ്മുടെ സാധാരണപ്പെട്ട ആൾക്കാർക്ക് അങ്ങനെ കൊണ്ടുപോകാനുള്ള സാഹചര്യമില്ല. അതിന് നമ്മുടെ സർക്കാരിന്റെ കാല് പിടിച്ച് വർഷങ്ങളോളം പിൻവാലം നടന്നിട്ട് വേണം നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഫണ്ട്, അല്ലെങ്കിൽ അത് സർക്കാർ ഒന്ന് അവർക്ക് അറിയണം. അല്ലെങ്കിൽ ഇന്ന് ഒരു വർഷം കൊണ്ട് നമ്മൾ പുറമേ നടന്നിട്ടുണ്ടെങ്കിൽ ആ കുട്ടികൾക്ക് 12 വയസ്സാകുമ്പോഴാണ് 6 വയസ്സ് വരെ നമ്മൾ അനുവദിച്ച ആ ഒരു ഫണ്ട് എന്ന് പറയുന്നത് ഇവർ വീണ്ടും കൂട്ടി കിട്ടണമെന്ന് പറഞ്ഞാൽ ആ കുട്ടികൾക്ക് 12 വയസ്സായപ്പോഴാണ് അനുവദിച്ചത്. അപ്പൊ അത്രത്തോളം കാലതാമസം ഉണ്ടാവുമോ നമ്മുടെ ജനപ്രതിനിധികളുടെ ഏതെങ്കിലും വീട്ടിലുള്ള ആൾക്കാർക്കൊക്കെ ഇത്തരത്തിലൊരു അസുഖം വന്നിട്ടുണ്ടെങ്കിൽ? ഒരിക്കലുമില്ല. ജനപ്രതിനിധികളുടെ വീട്ടിലാണ് ഈ അസുഖം വരുന്നതെങ്കിൽ അവര് അമേരിക്കയിലോ മറ്റേതെങ്കിലും രാജ്യത്ത് കൊണ്ടുപോയിട്ട് അവര് ചികിത്സിക്കും. അതിനെല്ലാം അവർക്ക് സർക്കാർ പൈസ നൽകും, അല്ലെങ്കിൽ സർക്കാർ സംവിധാനങ്ങളിൽ നിന്ന് എങ്ങനെ പൈസ കണ്ടെത്തുന്നതെല്ലാം അവർക്കറിയാം. സാധാരണപ്പെട്ട ആളുകൾക്കല്ലേ ഇതൊന്നും അറിയാത്തത്. അതുകൊണ്ട് എന്താണ്, സാധാരണപ്പെട്ട ആളുകളുടെ സാഹചര്യങ്ങളെല്ലാം വളരെ മോശമായിക്കൊണ്ടിരിക്കുകയാണ്. ദിനം പ്രതി നമ്മുടെ നിത്യോപസാധനങ്ങളുടെ വില വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. മനുഷ്യർക്ക് ജീവിക്കാൻ കഴിയാത്ത അവസ്ഥയിലൂടെ നമ്മൾ പൊക്കോണ്ടിരിക്കുകയാണ്. നമ്മുടെ ആശാ വർക്കർമാർ പറഞ്ഞൊരു കാര്യമാണ്, ഇവർക്ക് 13,500 രൂപ കൊടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇവര് എല്ലാ വീട്ടിലെയും ആരൊക്കെയാണ് ഒരു പ്രഗ്നൻസി സ്റ്റേജിലുള്ളത് അല്ലെങ്കിൽ ഗർഭാവസ്ഥയിലുള്ള എല്ലാ കാര്യങ്ങളും തിരക്കുന്നത് ഈ ഒരു ആശാ വർക്കർമാരാണ്. പക്ഷെ ഈ ഒരു ഗർഭിണികൾ പലപ്പോഴും ഇവർ പറയുന്നതാണ് ഒരു വിഭാഗത്തോളം ആൾക്കാർ സർക്കാർ ആശുപത്രിയിലല്ല പ്രസവിക്കുന്നത് എന്ന്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർക്ക് അതിന്റെ രീതിയിലുള്ള ആനുകൂല്യങ്ങളോ അല്ലെങ്കിൽ അത്രയും പണിയെടുത്തതിന്റെ ഫണ്ട് അവർക്ക് കിട്ടുന്നില്ല. ഒന്ന് ആലോചിച്ച് നോക്കും, നമ്മുടെ കേരളത്തിൽ ഇത്രയും മികച്ച സർക്കാർ ആശുപത്രികളുള്ളപ്പോൾ എന്തുകൊണ്ടായിരിക്കും നമ്മുടെ ഗർഭിണികളൊക്കെ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോകുന്നത്? കഴിഞ്ഞിടയ്ക്ക് തന്നെ ഒരു വ്ളോഗർ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പ്രസവിച്ചു എന്നുള്ള രീതിയിലുള്ള ഒരു വ്ളോഗ് ഇട്ടപ്പോഴത്തേക്കും അതിന്റെ അടിയിൽ വന്ന് ഇഷ്ടംപോലെ കമന്റ്സ് ആണ്. ഗവൺമെന്റ് ഹോസ്പിറ്റലിലാണോ പോയത്, ഇത്ര പൈസ ഉണ്ടായിട്ട് എന്തിനാ അവിടെ പോയത്, അല്ലെങ്കിൽ അവിടെ മോശമാണ്, അല്ലെങ്കിൽ വേറെ നല്ല പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പൊക്കൂടായിരുന്നു എന്ന്. നമ്മുടെ എല്ലാ രീതിയിലും മികച്ചയാണ് ആരോഗ്യം എന്ന് പറയുന്ന ആൾക്കാർ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. ഒരു കൂട്ടത്തോളം ഗർഭിണികൾ പലപ്പോഴും ഇപ്പൊ സർക്കാർ ആശുപത്രി സമീപിക്കുന്നില്ല, അവർ പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിലേക്കാണ് പോകുന്നത്. അല്ലെങ്കിൽ അത്രത്തോളം ഒരു സുരക്ഷിതം അല്ല എന്ന് അവർക്ക് എന്തുകൊണ്ടായിരിക്കാം തോന്നുന്നത്? അത് അവിടുത്തെ ചികിത്സാ രീതി കൊണ്ടായിരിക്കും. പലപ്പോഴും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒരുപാട് പേര് പരാതി പറയുന്നതെല്ലാം കേൾക്കാം നമുക്ക്. കാരണം ഇവരെയെല്ലാം സർക്കാർ ആശുപത്രിയിൽ ചെന്ന് കഴിഞ്ഞാൽ കുഞ്ഞിനെ അമ്മയെല്ലാം വേശികളെ പോലെ നോക്കുന്നു നേഴ്സുമാരെന്ന് പറഞ്ഞ് വലിയ രീതിയിലുള്ള വിവാദങ്ങളൊക്കെ ഇടയ്ക്കുണ്ടായിരുന്നു. അതേപോലെ തന്നെയാണ് സർക്കാർ ആശുപത്രിയിൽ പലപ്പോഴും അവിടുത്തെ ജീവനക്കാർ ധാർഷ്ട്യ രൂപേണയാണ് പല ആളുകളെയും സ്വീകരിക്കുന്നത്. അപ്പൊ എന്ത് തന്നെയാണെങ്കിലും അതുകൊണ്ടൊക്കെ ആയിരിക്കാം സർക്കാർ ആശുപത്രികൾ ആളുകൾ മടുക്കുന്നത്. അല്ല, എന്തെങ്കിലും ഒരു പ്രശ്നം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പോലും അത് സർക്കാരിന്റെ പേരിലായിരിക്കാം അതിന്റെ പ്രശ്നം വരുന്നത്, അല്ലെങ്കിൽ അവരുടെ പേര് കളങ്കപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പൊ പലപ്പോഴും എല്ലാ സർക്കാർ ആശുപത്രിയിലും ചെയ്യുന്നൊരു കാര്യം താഴെക്കടിയിലുള്ള നേഴ്സുമാർക്കായിരിക്കും അതിന്റെ ശിക്ഷ കൊടുക്കുന്നത്, അവരെ ആയിരിക്കും സസ്പെൻഡ് ചെയ്യുന്നത്. മെയിൻ ഡോക്ടേഴ്സ് എല്ലാവരും അവിടെ സേഫ് ആയിരിക്കും. ഇതുകൊണ്ട് തന്നെ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി, ഒരു രോഗി മരിച്ചുപോയി, അല്ലെങ്കിൽ ആ കുട്ടിക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പോലും നമ്മൾ കേസ് കൊടുക്കുന്ന ആർക്കെതിരെയാണ്? ഗവൺമെന്റ് ഹോസ്പിറ്റലിനെതിരെ. ഗവൺമെന്റിനെതിരെ ഒരു കേസ് വന്നിട്ടുണ്ടെങ്കിൽ ഗവൺമെന്റ് അത് സ്വീകരിച്ച് നല്ല രീതിയിൽ നടപടി എടുക്കുമെന്ന് തോന്നുന്നുണ്ടോ?